വാർത്തകളിലേക്ക്. മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയുടെ മുശാവറ അംഗത്വത്തിൽ നിന്നും മുസ്തഫൽ ഫൈസിയെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ മുസ്ലിം ലീഗിന് കടുത്ത പ്രതിഷേധം. സമസ്തയിലെ ലീഗ് വിരുദ്ധമായി ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്നുള്ള നിലപാടിലാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള ലീഗ് നേതൃത്വമുള്ളത്. അതേസമയം ലീഗ് അനുകൂലികളെ വെട്ടിനിരത്തി സമസ്തയിൽ പിടിമുറുക്കാനാണ് ലീഗ് വിരുദ്ധരുടെ നീക്കം. വിശദാംശങ്ങളുമായി റിയാസ് KM ചേരുന്നു. റിയാസ്, കഴിഞ്ഞ ദിവസം ഈ സസ്പെൻഡ് ചെയ്ത നടപടിക്ക് പിന്നാലെ 100ാം വാർഷിക ആഘോഷം യോഗത്തിൽ നിന്നും ലീഗ് വിരുദ്ധർ ലീഗ് അനുകൂലികൾ ബഹിഷ്കരിക്കുന്നൊരു സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. ഇനി എന്തൊക്കെയാണ് വരും മണിക്കൂറുകളിൽ നമുക്ക് കാണേണ്ടി വരിക? കാളിദാസ്, ഗുഡ് മോർണിംഗ്. ഈ ഒരു നടപടിയോടുകൂടി പ്രത്യേകിച്ച് ഇന്നലെ ചേർന്ന സമസ്ത മുഷാവറ യോഗം സ്വീകരിച്ച മുസ്തഫൽ ഫൈസിയെ സസ്പെൻഡ് ചെയ്യാനുള്ള ആ നടപടിയോടുകൂടി സമസ്ത ലീഗ് ബന്ധത്തിൽ കൂടുതൽ വിള്ളലുണ്ടായിരിക്കുന്നു, കൂടുതൽ ഭിന്നത ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ ഭാഗമാണ് ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അതിന് പിന്നാലെ നടന്ന സമസ്തയുടെ 100ാം വാർഷിക മഹാസമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം രൂപീകരണ യോഗം ലീഗ് അനുകൂലികൾ ബഹിഷ്കരിക്കുന്ന സാഹചര്യമുണ്ടായത്. അതിന് പിന്നാലെ ലീഗ് അനുകൂലികൾ കോഴിക്കോട് ഒരു വീട്ടിൽ വെച്ച് ആണ് ഒരു യോഗം ചേർന്ന് മറ്റ് ചില തീരുമാനങ്ങൾ എടുത്തു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം ഈ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനും സമസ്തയുടെ യുവജന വിഭാഗമായ SOESന്റെ സംസ്ഥാന അധ്യക്ഷനും കൂടിയായിട്ടുള്ള പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അടക്കമുള്ളവരെയാണ് ഇന്നലത്തെ ഈ നടപടി ചൊടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം സമസ്തയിലെ ലീഗ് വിരുദ്ധർ സംഘടനയ്ക്കകത്ത് കൂടുതൽ കരുത്താർജിക്കുന്നു എന്നുള്ള സൂചനകളും സംഘടനയ്ക്കുള്ളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു. അതിൽ പ്രധാനമായും അവർ പറയുന്നത് ലീഗ് അനുകൂലികളെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ടുള്ള സംഘടനയ്ക്കൊരു സ്വത്വബോധം ഉണ്ടാക്കുക, സംഘടനയെ ലീഗ് ഹൈജാക്ക് ചെയ്യുന്നു എന്ന ആ രീതി മാറ്റിയെടുക്കുക, അതിനപ്പുറത്തേക്ക് സമസ്തയായി തന്നെ നിലനിൽക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് പോകും എന്നാണ് സമസ്തയ്ക്കുള്ളിൽ നിന്നുള്ള ലീഗ് വിരുദ്ധരായിട്ടുള്ള ആളുകളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം. അതിൻ്റെ ഭാഗമായി ലീഗ് അനുകൂലികളെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ട് വെട്ടിനിരത്തിക്കൊണ്ട് കരുത്താർജിക്കാൻ തന്നെയാണ് ലീഗ് വിരുദ്ധരുടെ ഒരു തീരുമാനം. അതിന് സമസ്തയുടെ ഉന്നത നേതൃത്വത്തിന്റെ പിന്തുണ കൂടി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ നടപടിയിലൂടെ അവർ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സമസ്തയുടെ അധ്യക്ഷൻ, ഇന്നലെ മലപ്പുറം പത്തിരിയാലിൽ നടന്ന ഖാദി ബൈഅത്തുണ്ട്. മഹല്ല് അധികാര പദവിയാണ് ഖാദി എന്നുള്ളത്. ആ ഖാദി സ്ഥാനം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗമുണ്ട്. അതിൽ തന്നെ പരോക്ഷമായി സാദിഖ് അലി തങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള ചില ഭാഗങ്ങളും ഖാദി പദവിയുമായി ബന്ധപ്പെട്ട് വിമർശിച്ചുകൊണ്ടുള്ള ചില ഭാഗങ്ങളുമുണ്ട്. ഇതിനർത്ഥം ഇനി ലീഗ് നേതൃത്വത്തിൻ്റെ പിടിവാശിക്ക് ഒത്തുപോകാൻ അല്ലെങ്കിൽ ഒപ്പം നിൽക്കാൻ സമസ്തയിലെ ലീഗ് വിരുദ്ധർ തയ്യാറല്ല എന്നുള്ള ഒരു വ്യക്തമായ സന്ദേശമാണ് അവർ നൽകുന്നത്. അതേസമയം ലീഗിനെ സംബന്ധിച്ച് ലീഗ് കടുത്ത അമർഷത്തിലാണ്. ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്നൊരു നിർദ്ദേശം തന്നെയാണ് സാദിഖ് അലി തങ്ങൾ അടക്കമുള്ളവർ അണികൾക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ലീഗ് വിരുദ്ധരുമായി ഒരു ഒത്തുപോകലിന് ലീഗ് ഇനി ഉണ്ടാകില്ല. അത് സമവായ ചർച്ചകളെ ഉൾപ്പെടെ വലിയ സാരമായി ബാധിക്കുന്ന രീതിയിലേക്കാണ് ഇന്നലത്തെ ഈ ഒരു സംഘടനാ നടപടി എത്തിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മുസ്തഫൽ ഫൈസി എന്ന് പറയുന്ന സമസ്തയിലെ മുഷാവറ അംഗമായിരുന്ന ആ പണ്ഡിതൻ, അദ്ദേഹം 1974 മുതൽ തന്നെ സമസ്തയിൽ അംഗമായിരുന്ന മുതിർന്ന മുഷാവറ അംഗമാണ്. അദ്ദേഹം ലീഗിന്റെ ഏറ്റവും ശക്തനായ അനുകൂലിയായിരുന്നു. ഇനിയിപ്പോൾ പ്രധാനമായും ലീഗിനെ അനുകൂലിക്കുന്ന ഒരു മുഷാവറ അംഗം എന്ന് പറയുന്നത് മുഹമ്മദ് ബഹാവുദ്ദീൻ നദവിയാണ്. മറ്റുള്ളവരെ വേദിയിലേക്ക് വരുത്താൻ അല്ലെങ്കിൽ ഒപ്പം നിർത്താനുള്ള ഒരു സാഹചര്യം ലീഗ് വിരുദ്ധർക്ക് ഉണ്ടായിട്ടുണ്ട്. അത് സമസ്തയുടെ പേര് പറഞ്ഞാണ്. സമസ്തയ്ക്ക് കൃത്യമായ സ്വത്വബോധം വേണം, അത് ലീഗിന്റെ പിടിയിലാകരുത് സമസ്ത എന്ന ബോധ്യം ഉണ്ടാക്കിക്കൊണ്ടാണ് സമസ്തയിലെ മറ്റ് മുഷാവറ അംഗങ്ങളെ ഒപ്പം നിർത്താൻ, കൂടുതൽ പേരെയും ഒപ്പം നിർത്താൻ ഇപ്പോൾ ഈ ലീഗ് വിരുദ്ധരായിട്ടുള്ള സമസ്തയിലെ ആളുകൾക്ക് സാധിച്ചിരിക്കുന്നത്. അതുമായി മുന്നോട്ട് പോകുമ്പോൾ സമസ്ത ലീഗ് ബന്ധത്തിൽ വിള്ളൽ കൂടുതൽ രൂക്ഷമാകും. ലീഗിനെ സംബന്ധിച്ചുള്ള ഒരു വലിയ വെല്ലുവിളി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അതുകൊണ്ട് സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ ഈ നീക്കത്തെ പരസ്യമായി ചെറുക്കുക വളരെയധികം പ്രയാസകരമായൊരു സംഗതിയായിരിക്കും. അതുകൊണ്ട് ലീഗ് ഒരുപക്ഷെ ഇതിന് വഴങ്ങുമോ എന്നുള്ളതാണ് ലീഗ് വിരുദ്ധർ കാത്തിരിക്കുന്ന ഒരു കാര്യം. കാളിദാസ്.
റിയാസ് എന്തായാലും അവസാനത്തേക്ക് അത് സൂചിപ്പിച്ചു. കാരണം തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ ഒരു സമസ്തയിലെ ഈ ഒരു ഭിന്നത തീർച്ചയായും മുന്നണികളടക്കം വലിയൊരു അവസരമായി തന്നെയല്ലേ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭിന്നത എത്രയും പെട്ടെന്ന് ഒരു സമവായത്തിലേക്ക് എത്തിക്കേണ്ട ഒരു ബാധ്യത കൂടി ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സമസ്തയ്ക്കുണ്ട് എന്നുകൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു അല്ലേ? സമസ്തയ്ക്കല്ല, ലീഗിനെ സംബന്ധിച്ചാണ് ആ ബാധ്യത ഉള്ളത് എന്നുള്ളതാണ് സമസ്തയിലെ ലീഗ് വിരുദ്ധർ പറയുന്നത്. പ്രത്യേകിച്ച് സമസ്തയിലെ ലീഗ് വിരുദ്ധർ എന്ന് പറയുന്നത് ഒരിക്കലും അവർ പറയുന്നു തങ്ങൾ CPM-നെ അനുകൂലിക്കുന്നവരോ LDF-നെ അനുകൂലിക്കുന്നവരോ അല്ല. അതിനർത്ഥം സമസ്തയിലെ ലീഗ് വിരുദ്ധരായവർ കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റ് പാർട്ടിയിൽപ്പെട്ട അല്ലെങ്കിൽ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകളോ ഒക്കെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ലീഗിനെ സംബന്ധിച്ചാണ് വെല്ലുവിളിയാകുക എന്നൊരു സൂചനയാണ് സമസ്തയിലെ ലീഗ് വിരുദ്ധരുമായി സംസാരിക്കുമ്പോൾ അവർ നൽകുന്നത്. അതുകൊണ്ട് ഇത് പരിഹരിക്കേണ്ട ആവശ്യം, കാരണം സമസ്ത എന്തായാലും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നില്ല, പകരം ലീഗാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് കൃത്യമായ സമവായ നീക്കത്തിലൂടെ ഈ സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ ലീഗ് വിരുദ്ധരായിട്ടുള്ള സമസ്തയിലെ ആളുകൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതേസമയം തന്നെ ലീഗിനെ സംബന്ധിച്ച്, ലീഗ് അനുകൂലികളായ സമസ്തക്കാരെ സംബന്ധിച്ച് ഇന്നലത്തെ നടപടി വലിയ രോഷമാണ് അവരെ സംബന്ധിച്ച് ഉളവാക്കുന്നത്. അതിനപ്പുറത്ത് അവർ ചോദിക്കുന്ന ഒരു കാര്യം, ഉമർ ഫൈസി മുക്കം, സമസ്തയുടെ സെക്രട്ടറി ആയിട്ടുള്ള കേന്ദ്ര മുഷാവറ അംഗമായിട്ടുള്ള ഉമർ ഫൈസി മുക്കം സാദിഖ് അലി തങ്ങളെ പരോക്ഷമായി വിമർശിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. മറ്റ് സത്താർ പന്തല്ലൂർ അടക്കമുള്ള അല്ലെങ്കിൽ സമസ്തയുടെ രണ്ടാം നിര നേതാക്കൾ, സമസ്ത മുഷാവറയിൽ ഇല്ലാത്ത സമസ്തയുടെ പോഷക ഘടകങ്ങളിലെ നേതാക്കളടക്കം തുടർച്ചയായി ലീഗിനെയും അല്ലെങ്കിൽ ഈ സമസ്തയുടെ പൊതുനിലപാടിനെതിരെ നിരന്തരം സംസാരിച്ചിട്ടും അവർക്കെതിരെ എന്തുകൊണ്ട് നടപടിയില്ല എന്നുള്ള ഒരു ചോദ്യം ലീഗ് അനുകൂലികളുടെ ഭാഗത്തുനിന്നുമുണ്ട്. ഈ ഒരു വിഷയം എങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ് ഇനിയിപ്പോൾ ലീഗിനെ സംബന്ധിച്ചാലും അല്ലെങ്കിൽ സമസ്തയിലെ ലീഗ് അനുകൂലികളെ സംബന്ധിച്ചാലും ഉളവാകുന്ന ഒരു തലവേദന എന്നുള്ളത്. കാളിദാസ്.